കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇന്റർനെറ്റ് ആകെ നിറഞ്ഞു നിന്നൊരു ചിത്രമാണ് ദാ ഈ കാണുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നിങ്ങനെ പൊട്ടിക്കരയുന്നത് ദക്ഷിണ കൊറിയയിലെ ഏറ്റവും ജനപ്രിയതയുണ്ടായിരുന്ന, ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങിയിരുന്ന നടനാണ് കിം സോ ഹ്യൂൻ. ഭാഗമായ മിക്കവാറും എല്ലാ പ്രൊജക്ടുകളും വലിയ വിജയങ്ങളായി മാറ്റിയ ചരിത്രമുള്ള കൊറിയൻ എന്റർടൈൻമെന്റ് ലോകത്തെ സർട്ടിഫൈഡ് ഹിറ്റ് മേക്കറാണ് കിം സോ ഹ്യൂൻ. ചെറുപ്രായത്തിൽ തന്നെ ഉയർന്ന പുരസ്കാരങ്ങളും മറ്റും തേടിയെത്തിയിട്ടുള്ള നടൻ. ക്വീൻ ഓഫ് ടിയേഴ്സ് എന്ന ഡ്രാമ ഗ്ലോബൽ ഹിറ്റായതോടെ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടാകുന്നത്. ഗിംസേലോൺ എന്ന നടിയുടെ ആത്മഹത്യയാണ് ഈ നടന്റെ കരിയറിനെ പിടിച്ചു കുലുക്കിയത്. മരണത്തിന് പിന്നാലെ ഗിംസോലോനും ഗിംസോഹ്യൂനുമായി ദീർഘനാളായി ബന്ധത്തിലായിരുന്നു എന്ന തരത്തിൽ ഒരു യൂട്യൂബ് ചാനൽ ആരോപണം ഉന്നയിച്ചു. അതും പെൺകുട്ടിക്ക് 15 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് 27-കാരനായ നടൻ ഈ ബന്ധം സ്ഥാപിച്ചതെന്നും പിന്നീടത് ദീർഘനാൾ തുടർന്നുവെന്നും ആരോപണത്തിൽ പറയുന്നു. മരണവുമായി ഇതിന് നേരിട്ട് ബന്ധമുണ്ടെന്നും ആരോപണങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ സ്ക്രീൻഷോട്ടുകളും ഓഡിയോ റെക്കോർഡുകളും ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോകളും പിന്നാലെ തന്നെ പുറത്തു വന്നു. സോ ഹ്യൂന്റെ ഉടമസ്ഥതയിലുള്ള ഗോൾഡ് മെഡലിസ്റ്റ് എന്ന ഏജൻസിയുടെ ഭാഗമായിരുന്നു മരിച്ച നടി. അതുമായി ബന്ധപ്പെട്ട പല കഥകളും വ്യാപകമായി പ്രചരിച്ചു. ആരോപണങ്ങൾക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സൈബർ അറ്റാക്കും സോ ഹ്യൂന് നേരെ ഉയർന്നു. നടനെതിരെ നെറ്റിസൺസ് ആഞ്ഞടിച്ചു. ശക്തമായ ജനരോഷം ആളിക്കത്തി. ഈ എതിർപ്പിന്റെ ചൂട് പതുക്കെ സോ ഹ്യൂനും അറിയാൻ തുടങ്ങി. പല പ്രൊജക്റ്റുകളിൽ നിന്നും അദ്ദേഹത്തെ നീക്കേണ്ടി വന്നു. പ്രധാന ബ്രാൻഡുകൾ നടനെ പുറത്താക്കി. പ്രതിച്ഛായയെക്കുറിച്ചുള്ള കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതിന് കമ്പനികൾ കേസുകൾ ഫയൽ ചെയ്തു. കടുത്ത മാനസിക സംഘർഷം അദ്ദേഹത്തെ ശാരീരികമായും ബാധിച്ചതായി പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പൊട്ടിക്കരയുന്ന കിം സോ ഹ്യൂനെ നമ്മൾ കണ്ടത്. നടിയെ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സോ ഹ്യൂൻ സമ്മതിച്ചു. പക്ഷെ അത് പ്രായപൂർത്തിയായതിനു ശേഷമാണെന്നായിരുന്നു വാദം. മറ്റ് ആരോപണങ്ങളെയും സോ ഹ്യൂൻ നിഷേധിച്ചു. പിന്നാലെ തന്നെ അഭിനയത്തിൽ നിന്ന് അനൗദ്യോഗിക ഇടവേളയെടുത്ത് കിം സോ ഹ്യൂൻ അപ്രത്യക്ഷനായി. എന്നാൽ നീണ്ട അന്വേഷണങ്ങൾക്കും തെളിവുകളുടെ പരിശോധനയ്ക്കും ശേഷം നടിയുടെ മരണത്തിൽ കിം സോ ഹ്യൂന് പങ്കില്ലെന്ന് ദക്ഷിണ കൊറിയൻ അധികൃതർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. തെളിവുകൾ കെട്ടിച്ചമച്ചതാണ്. നടനെ ഡേറ്റ് ചെയ്തതിനു ശേഷം നടി മറ്റൊരാളെ വിവാഹം ചെയ്തിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തുവന്നു. ഓഡിയോ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും ഫേക്കായി നിർമ്മിച്ചതാണെന്നും അധികൃതർ വ്യക്തമാക്കി. നേരിടേണ്ടി വന്ന മാനസികാഘാതങ്ങൾക്ക് കിം സോ ഹ്യൂൻ ചികിത്സ തേടുകയാണെന്ന് കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്രയും പറഞ്ഞത് കൊറിയയിൽ വളരെ ശക്തമായി നിലനിൽക്കുന്ന ക്യാൻസൽ കൾച്ചറിനെ കുറിച്ച് വ്യക്തമാക്കാനാണ്. പബ്ലിക് ഇമേജ് കൊറിയൻ താരങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പെർഫെക്റ്റ് ഫേസായി ആളുകൾ കണക്കാക്കുന്ന ഈ താരങ്ങളിൽ നിന്ന് അതിന് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ സംഭവിച്ചെന്ന ആരോപണങ്ങൾ വന്നാൽ ഉടനെ തന്നെ അവരെ ക്യാൻസൽ ചെയ്യുക എന്നതാണ് കൊറിയൻ നെറ്റിസൺസിന്റെ രീതി. തെളിവുകൾക്ക് വേണ്ടിയോ സത്യം എന്തെന്ന് അറിയാൻ വേണ്ടിയോ അവർ കാത്തിരിക്കില്ല. വലിയ രീതിയിൽ സൈബർ ആക്രമണങ്ങൾ അയച്ചുവിട്ടാണ് അവർ രോഷം കാണിക്കുക. താരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനോടും ആ എതിർപ്പ് കാണിക്കും. ഇതോടെ ബ്രാൻഡുകളും പ്രൊജക്റ്റുകളും ഈ താരങ്ങളെ നീക്കം ചെയ്യാൻ നിർബന്ധിതരാകും. നേരിട്ടുള്ള ആക്രമണങ്ങളും ഉണ്ടാകും. താരങ്ങളുടെ വീടുകൾക്ക് നേരെ വരെ ഇത്തരം രോഷപ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം സൈബർ ബുള്ളിങ് സഹിക്കാനാകാതെ ആത്മഹത്യ ചെയ്ത താരങ്ങൾ വരെയുണ്ട്. എത്ര വലിയ താരമായാലും എല്ലാം നഷ്ടപ്പെടാൻ മണിക്കൂറുകൾ മതിയെന്നാണ് ഇപ്പറഞ്ഞതിന്റെ സാരം. കിം സോ ഹ്യൂന്റെ കാര്യത്തിൽ ആരോപണങ്ങൾ കുറച്ചധികം ഗൗരവമുള്ളതായിരുന്നു. എന്നാൽ അങ്ങനെ അല്ലാതെയും ഒറ്റ രാത്രി കൊണ്ട് വലിയ ഡൗൺഫാളുകൾ ഉണ്ടായിട്ടുള്ള താരങ്ങളുണ്ട്. അത്തരം ചില താരങ്ങളെ കൂടി ഞാനിവിടെ പറയാം. കിം സോൻ ഹോ ആണ് സമാന അനുഭവമുണ്ടായ മറ്റൊരാൾ. ഹോം ടൗൺ ചച്ചച്ച എന്ന ഹിറ്റ് ഡ്രാമയിലൂടെ വലിയ ജനപ്രീതി നേടി നിൽക്കുന്ന സമയത്താണ് നടന്റെ മുൻ കാമുകി കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കിം സോൻ ഹോ വൈകാരികമായി ചൂഷണം ചെയ്തുവെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്നുമായിരുന്നു ആരോപണം. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി, എന്നാൽ പ്രശസ്തനായപ്പോൾ ക്രൂരമായി ഒഴിവാക്കിയെന്നും യുവതി പറഞ്ഞിരുന്നു. കിം സോ ഹ്യൂനുണ്ടായ അനുഭവങ്ങൾ തന്നെയാണ് ഇവിടെയും ഉണ്ടായത്. ജനരോഷം ആളിക്കത്തിയപ്പോൾ നടന്റെ പല പരസ്യങ്ങളും പ്രൊജക്റ്റുകളും റദ്ദാക്കപ്പെട്ടു. വലിയ തകർച്ചയിലേക്കാണ് സോൻഹോ അന്ന് പോയത്. സൈബർ അറ്റാക്കുകൾ അതിഭീകരമായിരുന്നു. എന്നാൽ ആഴ്ചകൾക്ക് ശേഷമാണ് യഥാർത്ഥ ട്വിസ്റ്റ് സംഭവിച്ചത്. കൊറിയൻ മാധ്യമമായ ഡിസ്പാച്ച് പുറത്തുവിട്ട ചാറ്റുകളും തെളിവുകളും വഴി ആരോപണങ്ങളിലെ പല കാര്യങ്ങളും തെറ്റാണെന്നും കിം സോൻഹോ നിരപരാധിയാണെന്നും തെളിഞ്ഞു. വ്യക്തിപരമായ കാരണങ്ങൾ മൂലമായിരുന്നു നടന്റെയും കാമുകിയുടെയും വേർപിരിയൽ. സത്യം പുറത്തു വന്നപ്പോഴേക്കും വലിയ ബുള്ളിയും നടൻ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ എന്റർടൈൻമെന്റ് ലോകത്തേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് കിം സോൻ ഹോ. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ബുള്ളി ചെയ്തു എന്ന പഴയ സഹപാഠിയുടെ ആരോപണമാണ് ജീസു എന്ന നടന്റെ തകർച്ചയ്ക്ക് കാരണമായത്.
വിമർശനങ്ങൾ ശക്തമായതോടെ തെറ്റേറ്റു പറഞ്ഞ് നടൻ മാപ്പ് പറഞ്ഞു. ആരോപണമുണ്ടാകുന്ന സമയത്ത് റിവർ വേർ ദ മൂൺ റൈസസ് എന്ന ചരിത്ര ഡ്രാമയിലെ നായകനായി അഭിനയിക്കുകയായിരുന്നു ജീസു. വിവാദത്തെ തുടർന്ന് 6 എപ്പിസോഡുകൾ മാത്രം സംപ്രേഷണം ചെയ്ത ഘട്ടത്തിൽ അദ്ദേഹത്തെ ഈ സീരീസിൽ നിന്ന് അടിയന്തരമായി പുറത്താക്കി. പകരം മറ്റൊരു നടനെ കൊണ്ടുവന്നു. മറ്റു പ്രൊജക്റ്റുകളും അക്കാലത്ത് ജീസുവിന് നഷ്ടപ്പെട്ടു. ഏറെക്കാലം നെറ്റിസൺസിനെ നേരിടാതെ തുടർന്ന ശേഷം മടങ്ങി വരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ജീസു. സമാനമായി മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസിന് പിന്നാലെയാണ് യുആയിൻ എന്ന നടന് കരിയർ നഷ്ടപ്പെട്ടത്. സ്കൂൾ ബുള്ളിയിങ്, വൈകാരിക ചൂഷണം, സ്റ്റാഫിനോട് മോശമായി പെരുമാറൽ തുടങ്ങിയ ആരോപണങ്ങളാണ് സോയേജിൻ എന്ന നടിയെ എന്റർടൈൻമെന്റ് ലോകത്തു നിന്ന് പുറത്താക്കിയത്. പലതരത്തിൽ ശ്രമിച്ചിട്ടും ഇപ്പോഴും ഒരു തിരിച്ചുവരവിന് സോയേജിന് സാധിച്ചിട്ടില്ല. ഇറ്റ്സ് ഓക്കെ ടു നോട്ട് ടു ബി ഓക്കെ അടക്കമുള്ള ഹിറ്റ് ഡ്രാമകളുടെ ഭാഗമാണ് സോയേജിൻ. ഇക്കാര്യത്തിൽ K-pop താരങ്ങളുടെയും കഥ മറ്റൊന്നല്ല. NCT അംഗമായ ലൂക്കാസ് K-pop ലോകത്തെ ഏറ്റവും ജനപ്രീതിയുള്ള താരങ്ങളിൽ ഒരാളായിരുന്നു. ആഗോളതലത്തിൽ വലിയ ഫാൻ ബേസാണ് ലൂക്കാസിനുണ്ടായിരുന്നത്. മുൻ കാമുകിമാരിൽ ചിലർ ഉന്നയിച്ച ആരോപണങ്ങളാണ് ലൂക്കാസിന് തിരിച്ചടിയായത്. വൈകാരിക ചൂഷണവും ചീറ്റിങ്ങും ഉൾപ്പെടെയുള്ളതായിരുന്നു ആരോപണങ്ങൾ. ഒരൊറ്റ രാത്രി കൊണ്ട് ലൂക്കാസിന്റെ കരിയർ തകർന്നടിഞ്ഞു എന്ന് പറയുന്നതാണ് ശരി. തിരിച്ചുവരവിന് പലതവണ ശ്രമിച്ചെങ്കിലും ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രണയബന്ധം പരസ്യമാക്കിയതാണ് താരങ്ങളായ ഹ്യോനയുടെയും ഡോണിന്റെയും ഡൗൺഫാളിന് കാരണമായത്. പ്രണയത്തിലാണെന്ന കാര്യം പരസ്യമാക്കിയതിന് തൊട്ടു പിന്നാലെ അവരുടെ അന്നത്തെ ഏജൻസിയായിരുന്ന ക്യൂബ് എന്റർടൈൻമെന്റ് രണ്ടുപേരെയും ഏജൻസിയിൽ നിന്ന് പുറത്താക്കി. അതും കരിയറിന്റെ പീക്കിലായിരിക്കെ തന്നെ. 6 വർഷം നീണ്ട പ്രണയം 2022 ഇരുവരും അവസാനിപ്പിച്ചിരുന്നു. അതിനുശേഷം കരിയർ സജീവമാക്കി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പൊതുമധ്യത്തിൽ നിന്നും മാറി വലിയ ഓളങ്ങൾ ഉണ്ടാക്കാതെ പോവുകയാണ് ഇപ്പോൾ രണ്ടുപേരും. പറഞ്ഞു പോകുമ്പോൾ കഥകൾ ഏറെയാണ്. പേരും മുഖവുമില്ലാത്ത ഫേക്ക് ഐഡികളിൽ നിന്ന് വരുന്ന ആരോപണങ്ങൾ പോലും പല താരങ്ങളുടെയും കരിയറിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. വ്യക്തിപരമായും മാനസികമായും ഉണ്ടാകുന്ന ആഘാതങ്ങൾ വേറെ. നിരപരാധികളാണെന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും കൊറിയൻ നെറ്റിസൺസ് ഈ താരങ്ങളെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാകും. വർഷങ്ങളോളം പ്രയത്നിച്ചുണ്ടാക്കിയതെല്ലാം കൺമുന്നിൽ തവിട് പൊടിയാകുന്നത് കണ്ടു നിൽക്കാനേ ഈ താരങ്ങൾക്ക് ആവുകയുള്ളൂ. ഇങ്ങനെ ഒരുപാട് താരങ്ങളെയും നടീനടന്മാരെയും നമുക്ക് കൊറിയൻ എന്റർടൈൻമെന്റ് ലോകത്ത് കാണാം.